إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فإن أصدق الحديث كتاب الله وإن أفضل الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ ലോകത്തിൻ്റെ സ്രഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പടച്ച തമ്പുരാൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിൽ നിന്നും അവൻ്റെ തിരുദൂതരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ നിന്നും യഥാവിധി മനസ്സിലാക്കി തഖ്വയോടുകൂടി നിലകൊള്ളണമെന്ന് ആദ്യം എന്നോടും ശേഷം നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച തമ്പുരാൻ്റെ വിധികൾ സമ്പൂർണ്ണമായി അനുസരിക്കുന്ന, അത് പാലിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും കാരുണ്യവാനായ റബ്ബ് നമുക്ക് പുറത്തു തരികയും ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മുടെ രാജ്യം സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യവും രാജാവുമൊക്കെ ഒന്നാകുന്ന ഈ കാലത്ത് രാജാവിൻ്റെ കഴിവുകേടുകളെ വിളിച്ചു പറയുന്നത് രാജ്യദ്രോഹമാകുന്നൊരു കാലത്താണ് നമ്മളുള്ളത്. പഹൽഗാമിലെ ഭീകരവാദ ആക്രമണത്തിന് ശേഷം ആ സംഭവം നടക്കുന്നതിന് 3 ദിവസം മുമ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആ നാട്ടിലേക്കുള്ള സന്ദർശനം റദ്ദാക്കിയത്. അത് കൃത്യമായ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയതിൻ്റെ പേരിലാണ് കശ്മീർ സന്ദർശനം റദ്ദാക്കിയതെന്ന് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഖാർഗെയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു. അതിനോട് രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ സംഘടന BJPയുടെ പ്രതികരണം ആധുനിക കാലത്ത് മീർ ജാഫർ ആവുകയാണ് ഖാർഗെ എന്നതായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഖാർഗെയുടെ സ്ഥാനത്തൊരു മുസ്ലിം നേതാവായിരുന്നു ഈ അഭിപ്രായം പറഞ്ഞതെങ്കിൽ പിന്നെ ഈ നാട്ടിൻ്റെ പുകിലെന്താകുമായിരുന്നു എന്ന് നമുക്ക് ആലോചിക്കാവുന്നതായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവത്തിൽ
മുസ്ലിം നേതാക്കളൊക്കെ വളരെ കരുതലോടെയാണ് പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ മുസ്ലിം നേതൃത്വം, അത് വിവിധ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വം, അവരെല്ലാം തികഞ്ഞ പക്വമതികളാണ്. രാജ്യക്കൂറിൻ്റെ വിഷയത്തിൽ അസന്നിഗ്ധ നിലപാടുള്ളവരാണ് മുസ്ലിം സമുദായത്തിൻ്റെ നേതാക്കളും എന്നൊക്കെ രാജ്യം വീണ്ടും മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഒരേ അഭിപ്രായം പങ്കുവച്ചത് എന്ന് ചോദിച്ചാൽ, സമ്പൂർണമായ പിന്തുണ രാഷ്ട്രത്തിന് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ നിലപാട് രൂപപ്പെടുത്തിയെടുത്തത് ഇസ്ലാമിൽ നിന്നായതുകൊണ്ടാണ്. ചിലരൊക്കെയും ശങ്കിക്കുന്നുണ്ട്, ഈ ഒരു സമയത്ത് രാഷ്ട്രത്തിനോടൊപ്പം നിന്നില്ലെങ്കിൽ പിന്നെ നമ്മളുടെ ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വെല്ലുവിളിയാകുമോ എന്നൊക്കെ ഒരു തോന്നൽ ചിലർക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കി വെക്കുക, ഈ നിലപാട് ഇത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള നിലപാടാണ്. രാജ്യത്തെ ഒറ്റുകൊടുത്ത ആളുടെ പേര് പറഞ്ഞപ്പോൾ BJP വക്താവ് കേശവൻ യാദൃശ്ചികമായി പറഞ്ഞു പോയതല്ല മീർ ജാഫറിൻ്റെ പേര്. മീർ ജാഫർ ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് അറിയില്ലാത്തവരൊന്നുമില്ല. സിറാജുദ്ദൗലയുടെ ഭരണകൂടത്തെ തകർത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വേരുറപ്പിക്കാൻ കഴിഞ്ഞത് മീർ ജാഫർ സിറാജുദ്ദൗലയ്ക്ക് പാലം വലിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒറ്റുകാരുടെ പേര് പറയുമ്പോഴത്തേക്ക് മീർ ജാഫറിൻ്റെ പേര് കൂട്ടിയിട്ടാണ് സാധാരണ ഇന്ത്യ രാജ്യത്ത് പറയാറുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് BJP നേതാവ് കേശവൻ ഇത് പറഞ്ഞത് യാദൃശ്ചികമായി പറഞ്ഞതല്ല എന്നുള്ളതാണ്. ഈ നാടിൻ്റെ വിമോചനത്തിന് ചോര കൊടുത്ത സമുദായത്തിലെ ഒറ്റുകാരുടെ പേര് മീർ ജാഫറിലും മീർ സാദിഖിലും പരിമിതമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടുമല്ല. മുസ്ലിം സമുദായത്തിൽ നിന്ന് എത്ര ആളുകൾ ഈ നാടിനെ ഒറ്റുകൊടുത്തിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികം ആളുകളുടെ ഒന്നും പേരെണ്ണാൻ ഉണ്ടാവില്ല. ഒരു മീർ ജാഫറും മീർ സാദിഖും, പിന്നെ അതിനപ്പുറത്ത് എണ്ണാനുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. വിരൽ കൊണ്ട് എണ്ണി തീർക്കാൻ പറ്റുന്ന അത്രയൊക്കെ വരികയുള്ളൂ. അത് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടല്ല. എന്ന് മാത്രമല്ല, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിലും രാഷ്ട്ര നിർമ്മാണത്തിലും RSSനൊരു പങ്ക് ഇല്ല എന്ന് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ടാണ്. കുറ്റം പറയാൻ പാടില്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ആളുകൾ ആയുധമെടുത്തും ഗാന്ധിജിയെ പോലുള്ള ദേശീയ നേതാക്കന്മാർ ഉപ്പുകുറുക്കിയും സഹന സമരത്തിലൂടെയും ഒക്കെ പോരാടിയപ്പോൾ വക്കം അബ്ദുൽ ഖാദറായിട്ടും വാര്യംകുന്നനായിട്ടും ഒക്കെ എണ്ണി തീർക്കാനാവാത്തത്ര രണധീരരായ മുസ്ലിം യോദ്ധാക്കളുടെ ആ എണ്ണ പട്ടിക പൂർത്തിയാക്കാൻ പറ്റുന്ന പട്ടികയില്ല. അതിന് മാത്രമുണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മരിച്ചു വീണ മുസ്ലിങ്ങളുടെ പേരുകൾ. ആ തലയുടെ ഇങ്ങേയറ്റത്ത് ഇപ്പം ഈ ഓപ്പറേഷൻ സിന്ദൂറിലെ കേണൽ സോഫിയ ഖുറൈഷിയുടെ പേരും കൂടെ വന്നപ്പോഴത്തേക്കും പിന്നെ സമുദായത്തിനെതിരെ പറയാനൊന്നും ഇല്ലാന്ന്. സോഷ്യൽ മീഡിയയുടെ ചർച്ച അതൊന്നുമില്ല കേട്ടോ. സോഷ്യൽ മീഡിയ ഇപ്പോഴും അത്യാവശ്യം ചെന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ പോരാട്ടത്തിൻ്റെ മുന്നണിയിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളും ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളും നിലകൊള്ളുമ്പോഴത്തേക്കും ചെരുപ്പ് നക്കലും ഒരു ആയുധമായിരുന്നു എന്നത് അംഗീകരിക്കാതെ പോകുന്ന മോശമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോട്ടെ, ഏതായാലും സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയത്തിൽ, രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ വിഷയത്തിൽ സമ്പൂർണമായൊരു പ്രാതിനിധ്യമുള്ള ഒരു സമുദായമാണ് നമ്മൾ. ഞാനിന്ന് പറഞ്ഞു വരുന്നത്, മാതൃരാജ്യത്തെ സ്നേഹിക്കുന്നതും അതിനോട് ഇഷ്ടമുണ്ടാകുന്നതുമൊക്കെ അതൊരു മനുഷ്യൻ്റെ സഹജബോധത്തിൽപ്പെട്ടൊരു കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് മതത്തിൻ്റെ പിന്തുണയുണ്ടോ മതത്തിൻ്റെ പിന്തുണ ഇല്ലേ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് സഹജബോധത്തിൽപ്പെട്ടതാവുന്നു എന്ന് ചോദിച്ചാൽ, ഒരാൾ ഒരു സ്ഥലത്ത് ജനിച്ച് അവിടെ ജീവിച്ച് അവിടെ വളർന്ന് അവിടുത്തെ വെള്ളം കുടിച്ച് അവിടുത്തെ വായു ശ്വസിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് പ്രകൃതി അയാൾ ആ മണ്ണിനെ സ്നേഹിക്കും. അത് ഏത് മനുഷ്യരെന്നല്ല, ഏത് ജന്തു അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ വീടിൻ്റെ പരിസരത്തുള്ള ഈ പൂച്ചയോ നായനെയൊക്കെ വേറെ സ്ഥലത്ത് കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും അതിൻ്റെ പഴയ സ്ഥലം തേടി വരാറില്ലേ? ജന്തു സഹജമാണെന്നർത്ഥം. ജീവിക്കുന്ന നാടിനോടുള്ള സ്നേഹം ജന്തു സഹജമാണ്. അതുകൊണ്ട് തന്നെ താൻ ജീവിക്കുന്ന ഭൂമികയിൽ നിന്നും മാറേണ്ടി വരുമ്പോൾ ഒരു മനുഷ്യൻ അതിൻ്റെ സങ്കടം ഉണ്ടാവും. എന്ന് മാത്രമല്ല, തൻ്റെ ജന്മസ്ഥലത്തേക്ക് താൻ ജീവിച്ചിരുന്ന നാട്ടിലേക്ക് എത്താനായിട്ട് ആളുകൾ ആഗ്രഹിക്കും, അതിനുവേണ്ടി ശ്രമിക്കും. അങ്ങനെയുള്ളൊരിടം ആക്രമിക്കപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഏത് വിധേനയും മനുഷ്യൻ ശ്രമിക്കുകയും ചെയ്യും. ആ അർത്ഥത്തിലുള്ള ദേശസ്നേഹം,
അത് ഏത് മതവിശ്വാസി പ്രകടിപ്പിച്ചാലും, മതമുള്ളവൻ പ്രകടിപ്പിച്ചാലും ഇല്ലാത്തവൻ പ്രകടിപ്പിച്ചാലും അത് അത്ഭുതകരമായ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിൽ നിന്നും ഈ ദേശസ്നേഹം ഏതർത്ഥത്തിൽ ഉണ്ടാകുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ ജന്തു സഹജമായിട്ട് ഇത് ഉണ്ടാക്കുന്നു ആദ്യപടിയായി മനസ്സിലാക്കി വെച്ചാൽ മതി. ഇസ്ലാമിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതിലേക്ക് ഞാൻ പിന്നീട് വരാം. അതുകൊണ്ട് തന്നെ മാനുഷികമായി മനുഷ്യനുള്ള ഈ താല്പര്യത്തിന് വിഘാതമാകുന്ന ഒന്നും ഇസ്ലാമിക നിയമങ്ങളിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. മതം നമ്മളോടത് കൊണ്ട് തന്നെ ദേശത്തിനെതിരെ ചിന്തിക്കാനോ ദേശവിരുദ്ധ പ്രവർത്തനത്തിനോ അനുവാദം നൽകുന്നില്ല എന്ന് മാത്രമല്ല, ആളുകളോട് അവന്റെ നാടിനോടുള്ള സ്നേഹത്തെ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വിശുദ്ധ ഖുർആനിൽ മതവിഷയത്തിൽ രാജ്യം വിട്ടുപോകാനായി അള്ളാഹു ആവശ്യപ്പെടുന്നൊരു ഘട്ടമുണ്ട്. മതവിഷയത്തിൽ രാജ്യം വിട്ട ഒരാൾക്ക് പോകേണ്ടി വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ പോകേണ്ടി വരികയും അള്ളാഹുവിനോട് പോകാൻ പറയുകയും ചെയ്താൽ ഖുർആനിൽ ആയത്ത് കാണും, വലൗ അന്നാ കതബ്നാ അലൈഹിം അൻ ഖുതുലു അൻഫുസകും, നാം ആളുകളോട് പറയുകയാണെന്ന് സങ്കല്പിക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയുക. അല്ല പറയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയുക. അവിഖ്റുജൂ മിൻ ദിയാരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ഭൂമികയിൽ നിങ്ങൾ പുറത്തേക്ക് പോവുക എന്ന് ആളുകളോട് നാം കൽപ്പിച്ചാൽ മാ ഫഅലൂഹു ഇല്ലാ ഖലീലും മിൻഹും, വളരെ കുറഞ്ഞ ആൾക്കാരെ അത് അംഗീകരിക്കുള്ളൂ. അല്ലാഹ് പറയാണ്, മനുഷ്യരെ നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയൂ, നിങ്ങൾ ആത്മഹത്യ ചെയ്യൂ, നിങ്ങൾ നാട് വിട്ടു പോകും എന്നൊരു കൽപ്പന അള്ളാഹു ഇറക്കിന്ന് വെക്കുക. എങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകൾ ആ കൽപ്പന അനുസരിക്കാൻ സന്നദ്ധരാവുകയില്ല എന്ന് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു വെക്കുകയാണ്. ഇതെന്താ മനസ്സിലാക്കി തന്നെ, രാജ്യസ്നേഹം എന്നുള്ളതൊരു മനുഷ്യന്റെ മനസ്സിലെ ഉള്ളിലുള്ള ഒരു സാധനമാണ്, ജന്തു സഹജമാണ് എന്നർത്ഥം. അത് ഏത് മനുഷ്യന്റെ ഉള്ളിലും അവൻ അറിയാതെ വന്നു പോകുന്ന, മനുഷ്യൻ എന്നുള്ള നിലക്ക് ജന്തു എന്നുള്ള നിലക്ക് ഉണ്ടായി പോകുന്ന ഒരു തോന്നലാണ്, വികാരമാണെന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, ഇത് ഈമാനോട് ചേർത്ത് പറയുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. പക്ഷേ ഈ രാജ്യസ്നേഹം ഇല്ലാത്തവൻ മുസ്ലിം അല്ലാന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്, ഈമാനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, ഖുർആനിൽ നമുക്ക് അറിയുന്ന ഒരു ആയത്താണ്. അല്ലാഹ് നിങ്ങളോട് വിരോധിക്കുന്നില്ല, നിങ്ങളോട് മതവിഷയത്തിൽ പോരാടാത്തവരോട്, വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്നും പുറത്താക്കാൻ ശ്രമിക്കാത്തവരോട്, അൻ തബറൂഹും, അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ ഗുണകാംക്ഷ പുലർത്തി ജീവിക്കണമെന്നുള്ള കാര്യം നാം നിങ്ങളോട് നിരോധിച്ചിട്ടില്ല. നമ്മൾ ആരോടൊക്കെയാണ് ആർക്കൊക്കെയാണ് നന്മ ചെയ്യേണ്ടത്? ഒരു മുസ്ലിം അവന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്, അവൻ നന്മ ചെയ്യേണ്ടത്, മാനുഷികമായി അവൻ ഇടപെടേണ്ടത് ആരോടൊക്കെ ആവാം എന്നത് പറയാണ്. നിങ്ങളുടെ മതത്തിന്റെ വിഷയത്തിൽ നിങ്ങളോട് പോരാട്ടത്തിന് വരാത്തവരോട് നിങ്ങൾക്ക് ഗുണകാംക്ഷ പുലർത്താം, ബിർറ് കാണിക്കാം, നീതി കാണിക്കാം, അവർക്ക് നന്മകൾ ചെയ്യാം. അതേപോലെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കാത്തവരോട്, അപ്പൊ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ഒരാൾ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ഒരാൾ നമ്മൾ ശ്രമിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ശത്രുക്കളല്ല എന്നാണ് ഇവിടെ ഖുർആൻ ഈ ആയത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഒരാൾക്ക് അവന്റെ നാടിനോട് സ്നേഹം ഉണ്ടാകും, ആ നാട്ടിൽ പാർക്കാൻ അനുവദിക്കുന്ന കാലത്തോളം അതിന് വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ഏതൊരാളോടും അവന് മമതയോട് വർത്തിക്കാന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നാടുമായിട്ടുള്ള സ്നേഹത്തെ ഖുർആന്റെ ഈ ആയത്തുകളുടെ ഉള്ളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് പോയ ആളാണ്. അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചത് മക്കയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് അള്ളാഹിന്റെ റസൂലിന്റെ തേങ്ങൽ നമുക്ക് പ്രവാചകന്റെ വാക്കുകൾ വായിക്കാൻ കഴിയും. മുഹാജിറുകൾക്കൊപ്പം അള്ളാഹുവിന്റെ റസൂല് നാട് പോയത് വലിയ മാനസിക പ്രയാസമുണ്ടാക്കിയ സംഗതിയാണ്. അബ്ദുല്ലാഹ് ഇബ്നു അദീബുൽ ഹംറാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നു, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ നബി പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്ന സമയത്ത് വഹുവ വാഖിഫുൻ ബിൽ ഹസ്വറ ഫീ സൂഖി മക്ക, മക്ക മാർക്കറ്റിലെ ഒരു ഉയർന്ന പ്രദേശത്ത് ആളുകൾ ഇങ്ങനെ സഫാ മർവക്കിടയിൽ സഈ ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, മസ്അ എന്നാ പറയുക. സഫാന്റെ മർവന്റെ ഇടക്ക് അത് സഫാ മർവായിക്കിടയിലെ സഈ മസ്അ കാണാൻ പറ്റുന്ന ആ ഒരു ഭാഗത്താണ് പഴയ മക്ക മാർക്കറ്റ് ഉള്ളത്. ഈ മക്ക മാർക്കറ്റിന്റെ ഒരു കുന്നിന്റെ മുകളിലാണ്. അവിടെ കയറി നിന്നിട്ട് അള്ളാഹിന്റെ റസൂൽ ഹൃദയവേദനയോടെ മക്കയെ അഭിമുഖീകരിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, വല്ലാഹി ഇന്നകി ലഖൈറു അർളില്ലാ, അല്ലാഹുവാണ് എ മക്ക, നീ പടച്ച തമ്പുരാന്റെ ഭൂമിയിൽ ഏറ്റവും മികച്ച ഇടാണ്. വഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്,
അള്ളാഹുവിന്റെ മണ്ണിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മണ്ണ് മക്ക, നീയാണ്. വലൗലാ അന്നീ ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, ഈ മണ്ണിൽ നിന്നും ഞാൻ പുറത്താക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ. നബീനെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. ആ നാട്ടിൽ നിക്കക്കള്ളി ഇല്ലാതെ റസൂൽ പോകേണ്ടി വന്നതാണ്. റസൂലിന് ആ മണ്ണായിരുന്നു ഇഷ്ടം. റസൂൽ പറഞ്ഞത്, എന്നെ ഈ മണ്ണിൽ നിന്നും പുറത്താക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ മാ ഖറജ്തു, ഞാൻ ഈ മക്ക വിട്ടു പോവില്ലായിരുന്നു. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മക്കയോടുണ്ടായിരുന്ന സ്നേഹം. ഇത് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം, അത് മക്കയെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞല്ലേ എന്ന്, അല്ലെ? മക്ക എന്നുള്ള നമുക്കൊക്കെ പ്രിയപ്പെട്ടൊരു നാടാണല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ ഭൂമിയിൽ വിശുദ്ധമായ ഹറം സ്ഥിതി ചെയ്യുന്ന, അവന്റെ ആദ്യ ഗേഹം നിർമ്മിക്കപ്പെട്ട ഒരു ഇടം എന്നുള്ള നിലക്ക് റസൂൽ മക്കയെ കുറിച്ച് മാത്രം പുകഴ്ത്തി പറഞ്ഞത് ആയിക്കൂടെ എന്നൊക്കെ, അങ്ങനെയൊക്കെ വ്യാഖ്യാനമൊക്കെ ആൾക്കാർ ചിലക്ക് ചമയ്ക്കുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പിന്നീട് വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിട്ട് മദീനയിലേക്ക് പോകുമ്പോൾ നടത്തിയ ഈ പ്രാർത്ഥന, പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലാണ് പാർക്കുന്നത്. മദീനയിൽ മുഹാജിറായി മദീനയിൽ തന്നെ പാർക്കേണ്ടി വരുമെന്നറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബീന്റെ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റസൂലിന്റെ ആഗ്രഹം തിരിച്ച് മക്കയെ വന്ന് പാർക്കണം എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു. അത് റസൂൽ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട്, അല്ലേ? മദീനക്കാരൊരിക്കലും ഒരു വേള അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, റസൂലെ, അങ്ങ് ഈ മക്കയിൽ തന്നെ പാർത്തേക്കുമോ എന്ന് ഞങ്ങൾക്ക് ഭയമുണ്ട്. മക്ക കീഴടങ്ങിയതിന് ശേഷം, മക്ക വിജയത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തന്നെ പാർത്തേക്കുമോ എന്ന് മദീനക്കാർ പേടിച്ചു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അല്ല, അത് എന്നോട് അല്ലാഹു ഹിജ്റ ചെയ്ത് പോകാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാനിനി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും മദീനക്കാരനായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ തന്നെ പാർക്കേണ്ടി വരും എന്ന് നബിക്ക് തോന്നിയപ്പോഴത്തേക്കും മദീനയോട് പ്രത്യേക ഇഷ്ടമുണ്ടാക്കാൻ വേണ്ടി റസൂൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, പടച്ചോനെ മദീന ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാക്കി തരണേ. മദീന ഇഷ്ടം, ആ പ്രാർത്ഥനയുടെ ഉള്ളിൽ നിങ്ങൾ നോക്കണേ. നബിക്ക് എപ്പോഴും പ്രിയം മക്കയാണ്. അതുകൊണ്ടാണ് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത്, പടച്ചോനെ മദീന ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കി താ, മക്കയാണ് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഇടം, അതുപോലെ ഞങ്ങൾക്ക് മദീന പ്രിയപ്പെട്ടതാക്കി. കമാ ഹബ്ബബ്ത ഇലൈന മക്ക, മക്ക നീ ഞങ്ങൾക്ക് എങ്ങനെ പ്രിയപ്പെട്ട ഇടമാക്കി മാറ്റിയോ അതുപോലെ മദീന ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഇടമാക്കി മാറ്റണേ എന്ന് മാത്രം. ഔ അശദ്ദ, അതിനേക്കാൾ പ്രിയപ്പെട്ട ഇടമാക്കി മദീനയെ മാറ്റി തരണേ. മദീനയിലേക്ക് എത്തുന്ന സമയത്ത്, മദീന മിക്കവാറും ഒക്കെ സമയങ്ങളിൽ ആളുകൾക്ക് പനി വരുന്നൊരു ദേശമാണ്. മദീനയിൽ എത്തിപ്പെടുന്ന ഒരാൾക്ക് പനി വരാതിരിക്കില്ല എന്നുള്ളതാണ് ആ നാടിന്റെ പ്രത്യേക കാലാവസ്ഥ കാരണമായിട്ട്. നബി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ ഈ മദീനയിലുള്ള ഈ പനിയെ നീ ജുഹഫ എന്ന സ്ഥലത്തേക്ക് മാറ്റണേ. ജുഹഫ എന്ന സ്ഥലത്തേക്ക് ഇവിടുത്തെ പനിയെ അങ്ങോട്ട് മാറ്റണേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുദ്ദിഹാ വസാഇഹാ, ഈ മദീനയിലെ അളവിലും തൂക്കത്തിലുമൊക്കെ ഞങ്ങൾക്ക് ബറക്കത്ത് ചൊരിഞ്ഞു തരണമേ നാഥ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത് ജന്മദേശമായ മക്കയെ റസൂൽ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അത്രയേറെ ഇഷ്ടമായിരുന്നു റസൂൽ ജന്മദേശമായ മക്ക. ആ ഇഷ്ടം പിന്നീട് താൻ പാർക്കേണ്ടി വരുന്ന മദീനയോട് മാക്കിത്തരാൻ വേണ്ടി നബി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മറ്റൊരു ഹദീസ് കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞ് വരുന്നൊരു വേളയിൽ അള്ളാന്റെ റസൂൽ യാത്ര കഴിഞ്ഞ് മദീനയുടെ പരിസരങ്ങൾ എത്താറാകുമ്പോഴത്തേക്ക് മദീന, മദീനയിലെ നഗര കവാടങ്ങൾ റസൂൽ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും, നഗരത്തിന്റെ ചുമരുകൾ കാണുമ്പോഴത്തേക്കും അള്ളാന്റെ റസൂൽ തന്റെ ഒട്ടകത്ത് വേഗത്തിൽ നടത്തുന്നതാണ്. മദീന എത്താറാകുമ്പോഴത്തേക്കും, മദീന കണ്ടൊരു താല്പര്യം, മദീന പിന്നെ റസൂൽ ഇഷ്ടമായല്ലോ, മക്ക ഇഷ്ടമായതുപോലെ റസൂലിന് പിന്നെ തന്നെ അള്ളാഹു പാർപ്പിച്ച മദീന റസൂൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ മദീന എത്താനാകുമ്പോൾ ധൃതിയിൽ പോകുന്നതാണ്. ഒട്ടകപ്പുറത്താണെങ്കിൽ ഒട്ടകത്ത് വേഗത്തിൽ റസൂൽ തെളിക്കും. ഇനി ഒട്ടകമല്ലാത്ത മറ്റേതെങ്കിലും വാഹനമാണെങ്കിൽ, കോവല് കഴുതിയ മറ്റുമാണെങ്കിൽ നബി അതിനൊന്ന് ഇളക്കി പിന്നെയും ഓടിക്കും. മിൻ ഹുബ്ബിഹ, ആ മദീനയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ. സ്വഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. ഞാനിപ്പോൾ 3 ഹദീസ് നിങ്ങൾക്ക് മുമ്പിലേക്ക് തന്നു. റസൂൽ മക്ക ഇഷ്ടപ്പെട്ടത്, റസൂൽ മദീന ഇഷ്ടപ്പെട്ടത്. നമ്മളൊക്കെ അതുകൊണ്ട് മക്കയും മദീനയൊക്കെ നമുക്കൊക്കെ ഇഷ്ടമാണല്ലോ. എന്തുകൊണ്ടാ? റസൂലിന് ഇഷ്ടമായതുകൊണ്ട്, അള്ളാഹ്ക്ക് ഇഷ്ടമായതുകൊണ്ട്. പക്ഷെ ഈ ഹദീസൊക്കെ വ്യാഖ്യാനിച്ചിട്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി, ഹദീസ് വ്യാഖ്യാതാക്കളിൽ പ്രമുഖനായ മനുഷ്യനാണ്. ഇബ്നു ഹജറുൽ അസ്ഖലാനി ഈ ഹദീസ് 3 വ്യാഖ്യാനിച്ച് അദ്ദേഹം പറയുന്നൊരു അഭിപ്രായമുണ്ട്. അതാണ് ഞാൻ ഇതിന്റെ അവസാനം ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ വായിക്കാം. ഫീഹാ ദലാലത്തുൻ അലാ ഫളിൽ മദീന. ഈ ഹദീസൊക്കെ മനസ്സിലാക്കി തരുന്നത് മദീനയുടെ മഹത്വമാണ്. ഈ ഹദീസൊക്കെ മനസ്സിലാക്കി തരുന്നത് മദീനയുടെ മഹത്വമാണ്. കഴിഞ്ഞില്ല, അടുത്ത പോയിന്റ്. സ്വരാജ്യ സ്നേഹം ഇസ്ലാം അനുവദിച്ച കാര്യമാണെന്നുള്ളതും ഈ ഹദീസിന്റെ തെളിവാണ്. സ്വരാജ്യ സ്നേഹം, ഹുബ്ബുൽ വതൻ,
നാടിനോടുള്ള സ്നേഹം, വൽ ഹനീനു ഇലൈഹി, നാടിനോടുള്ള പ്രിയം, നാടിനോടുള്ള ഇഷ്ടം, അത് മശ്റൂഇയ്യ എന്ന് പറഞ്ഞാൽ ശറഇൽ അനുവദിക്കപ്പെട്ടതാണ് എന്നതിന്റെ തെളിവും കൂടിയാണ് എന്ന് ഹദീസ് വ്യാഖ്യാനിച്ചിട്ട് ലോകപ്രസിദ്ധനായ ഹദീസ് വ്യാഖ്യാതാവ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് നമ്മൾ പറഞ്ഞു തരാണ്. ഇനി നിങ്ങൾ പറയും നമ്മൾ നമ്മുടെ നാടിനെ സ്നേഹിക്കണോ വേണ്ടയോ? പക്ഷെ മറ്റൊരു കാര്യം ഇവിടെയുണ്ട്. ഈ ഹദീസൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇസ്ലാം പൊളിച്ചെഴുതുന്ന ദേശീയതയുടെ തെറ്റായൊരു കാഴ്ചപ്പാടിനെയാണ്. നാടിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും, ഞാൻ ആദ്യം തുടങ്ങി വെച്ചതുപോലെ, രാജാവ് കാണിക്കുന്ന എല്ലാ കൊള്ളരുതായ്മയും രാജ്യസ്നേഹത്തിന്റെ പേരിൽ അംഗീകരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം സമ്മതിക്കും. എങ്ങനെയാണ് രാജ്യത്തെ സ്നേഹിക്കുക? എങ്ങനെയാണ് നാടിനെ ഒരാൾ ഇഷ്ടപ്പെടുക? ദേശീയത എന്നുള്ളതൊക്കെ ലോകത്ത് വലിയ ചർച്ച ചെയ്യപ്പെട്ട ദാർശനികന്മാരായ പണ്ഡിതന്മാരായ പല ആളുകളും ആ തെറ്റായ കാഴ്ചപ്പാടിനെ, മൂല്യങ്ങളെക്കാൾ രാജ്യത്തോടുള്ള പ്രിയം കാണിക്കുക എന്നുള്ളതാണല്ലോ ഈ ദേശീയത എന്ന് പറഞ്ഞാൽ. രാജ്യം എന്ത് തോന്നിയാസം കാണിച്ചാൽ അംഗീകരിച്ചോളെന്നുള്ളത്. രാജ്യം എന്നുള്ളത് അത് ആരാധനയായി വളരാൻ പാടില്ല. അവിടെ മനസ്സിലാക്കേണ്ടത് രാജ്യസ്നേഹം ആരാധനയാവരുത്. രാജാവിന്റെ ഏത് കൊള്ളരുതായ്മയും ഏത് അഹങ്കാരവും ഏത് പൊങ്ങച്ചവും രാജ്യസ്നേഹത്തിന്റെ ഭാഗമായി തെറ്റിദ്ധരിച്ച് കയ്യടിക്കാൻ പ്രേരണ നൽകുന്നതാണ് യഥാർത്ഥ ദേശീയത എന്നുള്ളത്. അത് ശരാമീകരിക്കുന്നത്. അള്ളാഹുവിന് വേണ്ടിയാണ് ഒരു മുസ്ലിം ബന്ധം പുലർത്തുന്നത്. അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഒരു മുസ്ലിം ബന്ധം വിച്ഛേദിക്കുന്നത്. ലോകത്ത് എവിടെയുള്ള ആളുകളാണെങ്കിലും അശരണർക്കൊപ്പം, ആക്രമിക്കപ്പെടുന്നവനൊപ്പം, ഇല്ലാത്തവനൊപ്പം ഫലസ്തീൻ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഫലസ്തീൻ എന്തിന് മുസ്ലിങ്ങൾ ഫലസ്തീൻ അനുകൂലമായി നിൽക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആക്രമിക്കപ്പെടുന്നവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ദേശീയ അല്ലെങ്കിൽ രാജ്യത്തിനെതിരായത് കൊണ്ടല്ല. ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ഗാന്ധിജി എന്താ പറഞ്ഞത്? ഞങ്ങൾ ഫലസ്തീനുകൾക്കൊപ്പമാണ്, ആക്രമിക്കപ്പെടുന്നവർക്കൊപ്പമാണ് എന്നും മുസ്ലിമീങ്ങൾ. അത് ഇസ്ലാമിന്റെ നിലപാടാണ്. അത് ഇസ്ലാമിന്റെ മാത്രം നിലപാടല്ല, ലോകത്ത് തലക്കകത്ത് ആൾതാമസമുള്ള ആളുകളുടെ ഒക്കെ നിലപാട് അങ്ങനെ തന്നെയാണ്. മർദ്ദിതന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളാണ് മറ്റൊരാളുടെ അക്രമം കാണിക്കുന്നതെങ്കിൽ നമുക്കെതിരാവണം. റസൂല് വർഗീയതയെ നിർവചിക്കുന്നില്ലേ? എന്താണ് അസബിയ്യ? എന്താണ് വർഗീയത? സ്വസമുദായത്തിന്റെ അക്രമത്തിന്റെ കൂട്ടുനിൽക്കലാണ് വർഗീയത. ഇത്രയും മനോഹരമായി വർഗീയതയെ വിശദീകരിച്ച ഒരു നേതാവ് ലോകത്ത് വേറെ ഉണ്ടാവില്ല. നമ്മൾ എന്ത് തോന്നിയാസം കാണിക്കുമ്പോൾ നമ്മളുടെ ചെയ്തിയേക്ക് അംഗീകരിക്കുക എന്നുള്ളതല്ല. അത് ഇസ്ലാമിന്റെ നിലപാടല്ല. അത് വംശീയതയാണ്, അത് വർഗീയതയാണ്. എങ്കിൽ അത് തന്നെയാണ് ദേശീയതയും. തിന്മകൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതല്ല. എല്ലാ മനുഷ്യരും ഒരാണിൽ നിന്ന് പെണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണല്ലോ. അള്ളാഹു എന്തിനാണ് മനുഷ്യനെ വിവിധ ദേശക്കാരാക്കിയത്, വിവിധ കുടുംബക്കാരാക്കിയത്, വിവിധ ഗോത്രക്കാരാക്കിയത്? തിരിച്ചറിയാൻ വേണ്ടി. നിങ്ങൾ പരസ്പരം നിങ്ങൾക്ക് അഡ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്ത്യയിൽ ജനിപ്പിച്ചത്, അമേരിക്കയിൽ ജനിപ്പിച്ചത്, സൗദിയിൽ ജനിപ്പിച്ചത്, ആഫ്രിക്കയിൽ ജനിപ്പിച്ചത്. നിങ്ങളെ വിവിധ കുടുംബക്കാരാക്കി മാറ്റിയതൊക്കെ നിങ്ങൾക്ക് അഡ്രസ് ഉണ്ടാക്കി തരാൻ വേണ്ടി, തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അള്ളാന്റെ അടുക്കൽ ഏത് നാട്ടുകാരനാണ് പ്രിയപ്പെട്ടവൻ? ഇന്ത്യക്കാരനാണോ? അല്ല. അമേരിക്കക്കാരനാണോ? അല്ല. ശ്രീലങ്കക്കാരനാണോ? അല്ല. അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ഏറ്റവും ഭക്തൻ, അത്ഖാ, ഏറ്റവും ഭക്തിയുള്ളവൻ ആരാണോ, തഖ്വയുള്ളവൻ ആരാണോ, അവനാണ് പടച്ച തമ്പുരാന്റെ അടുക്കൽ സ്ഥാനമുള്ളവൻ. ഇപ്പൊ ഇസ്ലാമിന്റെ ഉത്തരവാദിത്വം എന്നുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഷ്ട്രത്തെ എങ്ങനെയാ സ്നേഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രാഷ്ട്രത്തെ പരിപാലിക്കുക എന്നുള്ളതാണ്. ഇവിടെ ശാന്തി ഉണ്ടാക്കുക എന്നുള്ളതാണ്, സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ നാടിന്റെ സമാധാനത്തിന് ഭംഗം വരുത്തിയ പണി അയൽ രാജ്യം ചെയ്തപ്പോ ഈ നാട്ടിൽ ആൾ സ്വസ്ഥമായി ജീവിക്കണ്ടേ? ഇവിടെ സഞ്ചാരികൾക്ക് പോവണ്ടേ? അവിടെ ആളുകൾക്ക് ആ നാടിന്റെ വരുമാനം എന്നുള്ളത് ടൂറിസമാണ് സഹോദരങ്ങളെ. നമ്മുടെ നാട്ടിൽ കച്ചവടം ചെയ്ത് ജീവിക്കുന്നെങ്കിൽ, കൃഷി ചെയ്ത് ജീവിക്കുന്നത്, പാവം കശ്മീരികൾ ജീവിക്കുന്നത് ടൂറിസത്തിലൂടെയാണ്. അപ്പൊ ആ നാടിന്റെ ടൂറിസത്തെ തകർക്കാൻ, അവിടെയുള്ള ആളുകളെ പട്ടിണിയിലാക്കാൻ മറ്റാരെങ്കിലും ശ്രമിക്കുന്നെങ്കിൽ നമ്മൾ അതിനെതിരെ നിൽക്കും. അതുകൊണ്ട് തന്നെ ആ ശ്രമത്തിന്, രാജ്യം നൽകുന്ന ഏത് പ്രവർത്തനത്തിനും നമ്മൾ കൂടെ ഉണ്ടാവും. അത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായതുകൊണ്ടാണ്. പക്ഷെ അതിനും ഇസ്ലാം പറയുന്ന ഒരു അതിരുണ്ട് കേട്ടോ. ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിത്ലുഹാ. തിന്മക്ക് തത്തുല്യമായ തിന്മ പകരം ചെയ്യാം, കൂടാൻ പാടില്ല. തിരിച്ചടി എത്ര വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന് കൃത്യമായ യുദ്ധത്തിന്റെ നിയമങ്ങളുണ്ട്. യുദ്ധം എന്ന് പറഞ്ഞാൽ പിന്നെ കാടടച്ച് സകലതും തകർക്കുക എന്നുള്ളതല്ലേ. അവിടെ ആ ലാഭമുണ്ടാക്കുന്ന ആയുധ കമ്പനികൾ മാത്രമാണ്. ഇന്ത്യയിൽ, കേരളത്തിലെ പ്രസിദ്ധനായ ഇടതുപക്ഷ നേതാവ് പറഞ്ഞ വാക്ക് നിങ്ങളൊക്കെ ഷെയർ ചെയ്ത് കണ്ടിട്ടുണ്ടാവും. യുദ്ധം നമ്മുടെ പടിവാതിൽക്കൽ എത്താത്ത കാലത്തോളം യുദ്ധം ഒരു ഹരമായിരിക്കുന്ന. നമ്മുടെ വീടിന്റെ മുറ്റത്ത് ബോംബ് വീഴുമ്പോഴാണ്, മിസൈൽ വീഴുമ്പോഴാണ് യുദ്ധം എത്ര ഭീകരമാണ് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കണ്ട.
അടിക്കൊരു തിരിച്ചടി കഴിഞ്ഞു, ഇനി ബാക്കി സമാധാനത്തിന് വേണ്ടിയുള്ള വെളിയായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇസ്ലാമിന്റെ നിലപാട് ഇതാണ്. ഞാൻ പറയുന്നത് ഇസ്ലാമിന്റെ നിലപാട് മാത്രമല്ല കേട്ടോ, ഇത് നേരിന്റെ വഴിയിലുള്ള എല്ലാവരുടെയും നിലപാട്. ഇസ്ലാമിന്റെ നിലപാട് പറയുമ്പോഴാണ് പിന്നെ വർഗീയവാദികൾ രാജ്യദ്രോഹികളൊക്കെ ആവുന്നത്. നേരിന്റെ വഴിയിലുള്ള എല്ലാവരുടെയും നിലപാട് ഇതാണ്. അല്ലാമ ഇഖ്ബാൽ ഇന്ത്യ രാജ്യത്തിന്റെ ലോകത്തിന്റെ മഹാകവി, ലോകത്തെ ഏറ്റവും വലിയ ദൈവം എന്താണെന്നറിയാവോ? ഇഖ്ബാൽ പാടാണ്, ഏറ്റവും വലിയ ദൈവം അത് ദേശമാണ്. ദേശീയതയാ ലോകത്തെ ഏറ്റവും വലിയ ദൈവം എന്നാണ്. അതുകൊണ്ട് ദേശീയതയാകുന്ന ഈ ദൈവം അത് മതത്തിന്റെ കഫംപുടവയാണ് ദേശീയത എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഇഖ്ബാൽ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ അത് എന്താ പറയാ ഒരു പിന്നെ ഫിലോസഫിക്കൽ ശൈലി ഇങ്ങനെ പറഞ്ഞു വെക്കാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികം ദേശത്തിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ, ദേശീയതയുടെ വക്താക്കളായി മാറിയ പിന്നെ നിങ്ങൾക്ക് മതം മാറ്റി വെക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ ദേശത്തിന്റെ മാത്രം ആളാക്കും, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളല്ലാതായി മാറും. അതുകൊണ്ട് രാജ്യത്തെ രാജ്യമായി കാണണം. മൗലാന മുഹമ്മദ് അലി പിന്നെ ബ്രിട്ടീഷ് സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കും പറഞ്ഞില്ലേ, ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ ഞാൻ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഇന്ത്യക്കാരനാണ്. എൻ്റെ മതത്തിന്റെ പ്രശ്നം വരുമ്പോൾ ഞാൻ ഒന്നാമതായും രണ്ടാമതായും ഞാൻ ഇസ്ലാമിന്റെ ആളാണ്. ഇതാണ് ഒരു മുസ്ലിമിന്റെ നിലപാട്. രാജ്യത്തിന്റെ വിഷയം വരുമ്പോൾ രാജ്യക്കാരനാണ്, മതത്തിന്റെ വിഷയം വരുമ്പോൾ നമ്മൾ മതത്തിന്റെ ആളുകളാണ്. ഞാൻ ഈ പറഞ്ഞ സംഗതി ഇത് ഇഖ്ബാല് മാത്രമല്ല പറഞ്ഞു കേട്ടോ. ടാഗോർ, നമ്മുടെ ജനഗണമനയതി നായക ജയപടം, നമ്മുടെ ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ ദേശീയത്തിന്റെ ശക്തനായ എതിരാളിയായിരുന്നു എന്നുള്ളതാണ്. ടാഗോർ അംഗീകരിക്കുന്നില്ല, ഇഖ്ബാൽ അംഗീകരിക്കുന്നില്ല, പ്രമുഖരായ ഒരാളുകളും ഈ തോന്നിയവാസത്തെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് നാട് നീതിയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ നീതിയുടെ കൂടെ നമ്മൾ ഉണ്ടാവണം. നീതിയാണ് ഇസ്ലാം. ഇസ്ലാം നീതിയാണ്. ആരെങ്കിലുമൊക്കെ അടിക്കുക തിരിച്ചടിക്കുക എന്നുള്ളതല്ല, നീതിയുടെ പക്ഷത്താണ്. പിന്തുണ നമ്മൾ കൊടുക്കുന്ന ഇസ്ലാമികമായിട്ട് തന്നെയാണ്. ആ വിഷയത്തിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. സ്വരാജ്യ സ്നേഹം ഈമാന്റെ ഭാഗമാണെന്നൊക്കെ പണ്ടൊക്കെ ഒരു ഹദീസ് ഉണ്ടായിരുന്നു. ആ ഹദീസിന് അടുത്തറയൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ എവിടെന്നോ എപ്പോഴും ആരോ കൊണ്ടുവന്നൊരു ഹദീസാണ്. സ്വരാജ്യ സ്നേഹം ഈമാന്റെ ഭാഗമാണെന്നുള്ള നമ്മൾ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയോടുള്ള സ്നേഹവും മദീനയോടുള്ള സ്നേഹം വെച്ചിട്ടൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായ നിലക്ക് മനസ്സിലാക്കാൻ, നേരിന്റെ പക്ഷത്ത് നിലയുറപ്പിക്കാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. എല്ലായിടങ്ങളിലും നാഥൻ്റെ വിധിവിലക്കുകൾ പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസം എന്നുള്ളത് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രശ്നം വരുമ്പോഴും അതിലൊക്കെയും അള്ളാഹുവിൻ്റെ ദിനിൻ്റെ വിധി എന്താണ് എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കൽ നിർബന്ധമാണ്. അള്ളാഹുവിൻ്റെ ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മുടെ നിലപാടുകൾ എടുക്കുന്നത്. ഞാൻ ഒന്നാമത്തെ ഖുതുബയിൽ പറഞ്ഞു, അതുകൊണ്ട് തന്നെ നമ്മുടെ നിലപാടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത്. രാജ്യം നീതിയുടെ പക്ഷത്താകുമ്പോൾ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് അത് ഇസ്ലാമിൻ്റെ ഭാഗമാണ്, വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മർദിതനെയും മർദിക്കപ്പെട്ടവനെയും സഹായിക്കുക. റസൂലുൽ ഹദീസ് പറഞ്ഞാണ്, ലാലിമിനെയും മദ്ലൂമിനെയും സഹായിക്കുക. സഹാബികൾ ചോദിച്ചു, റസൂലേ, ലാലിമിനെ മദ്ലൂമിനെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്, ആക്രമിക്കപ്പെട്ടവനെ എങ്ങനെയാണ് സഹായിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം, അക്രമിയെ എങ്ങനെയാണ് സഹായിക്കുക? പറഞ്ഞ അക്രമിയെ നിങ്ങൾ സഹായിക്കേണ്ടത് അക്രമി അക്രമത്തിൽ തടഞ്ഞിട്ടാണ്. കാരണം അക്രമി അക്രമവുമായി മുമ്പോട്ട് പോകുമ്പോൾ അവൻ നഷ്ടപ്പെടുന്ന അവൻ്റെ സ്വർഗ്ഗമാണല്ലോ. അവൻ്റെ കൈക്ക് പിടിക്കണം, ഇത് തെറ്റാണെന്ന് പറയണം. ആക്രമിക്കപ്പെട്ടവൻ്റെ കൂടെ നിൽക്കണം, അക്രമിയുടെ കൈക്ക് പിടിക്കണം. അപ്പോൾ രണ്ടാളെ സഹായിക്കലായി. അതാണ് പറഞ്ഞത് ഇസ്ലാമിൻ്റെ നീതി. ആ നീതിയുടെ കൂടെ ഉണ്ടാവണം, രാജ്യത്തിനൊപ്പം ഉണ്ടാവണം. രാജ്യത്തിനെതിരായി നിൽക്കുന്ന ഒരു ചരിത്രം നമുക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും നമ്മൾ ആ കൂടെ തന്നെയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ്, സംശയിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയാവണ്ണം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനാണ്, മദ്രസ ഈ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. അവധിക്കാലാണല്ലോ. അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാനുള്ള സമയമായി വരുന്നുണ്ട്. മദ്രസകൾ പല സ്ഥലങ്ങളിലും പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയും മദ്രസ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച അതിൻ്റെ ഒരു ഉദ്ഘാടന പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ മദ്രസ കാലത്ത് തയ്യാറായി നിൽക്കുന്ന കുട്ടികളെയൊക്കെ അതിലേക്ക് ചേർക്കാനായി ശ്രമിക്കുക. 1 മുതൽ 6 ക്ലാസ് വരെയുള്ള, ഇടയ്ക്ക് വെച്ച് പഠനം മുടക്കി പോയ കുട്ടികളുണ്ടെങ്കിൽ
അവരെയും മദ്രസയിലേക്ക് കൊണ്ടുവരാൻ പഠിക്കേണ്ട ആവശ്യമില്ല. 1-ാം ക്ലാസ്സിലേക്ക് മാത്രമല്ല അഡ്മിഷൻ, 1 മുതൽ 6 വരെയുള്ള ഏത് ക്ലാസ്സിലേക്കും അഡ്മിഷൻ ഇവിടെ റെഡിയാണ്. അങ്ങനെ നമ്മുടെ കുട്ടികളെ ലോകത്ത് മാത്രമല്ല പരലോകത്തും പ്രയോജനപ്പെടുന്നവരാക്കി മാറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസവും അല്ലാഹു തീർത്തു തരുമാറാകട്ടെ. നമ്മുടെ നാട് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നാടാക്കി അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. അല്ലാഹുവേ, ശാന്തിയും സമാധാനവും ഞങ്ങൾ അനുഭവിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. അല്ലാഹുവേ, നിൻ്റെ കാരുണ്യം ഇനിയും ഞങ്ങൾക്ക് മേലുണ്ടാകണമല്ല. കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും ഭീതിയുടെയും ഒക്കെ കഥകൾ ഞങ്ങൾ പത്രത്തിലൊക്കെ വായിക്കുകയും ചാനലുകളിൽ കാണുകയൊക്കെ ചെയ്യുന്നു. അല്ലാഹുവേ, സമാധാനത്തോടെ വസിക്കാനുള്ള ഭാഗ്യം നീ ഈ നാടിനും ലോകത്തുള്ള മുഴുവൻ നാടുകൾക്കും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقم الصلاة.